ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ എനർജി? ത്രീ ഓഫ് പെൻറ്റക്കിൾസും ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും ആണ്. ഫസ്റ്റ് രണ്ട് കാർഡുകൾ വന്നേക്കണേ. ഓക്കെ, ദെൻ നൈറ്റ് ഓഫ് കപ്സ് ആണ് നെക്സ്റ്റ് കാർഡ്. അപ്പം ത്രീ ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോഴത്തേക്ക് ഒരു കൂട്ടായ്മയുടെ കാർഡാണ് കേട്ടോ. ഒരു ടീം വർക്ക്, കൊളാബറേഷൻ എന്നൊക്കെയാണ്. അപ്പം നിങ്ങൾ ഇന്നൊരു ഗ്യാതറിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. ചിലപ്പം ഒരു സെലിബ്രേഷൻ ആയിരിക്കാം, ഒരു ഗെറ്റ് ടുഗദർ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചധികം ആളുകൾ ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു ടീം വർക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും കാര്യം പഠിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കൗൺസിലിങ്ങിലോ മറ്റോ പങ്കെടുക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകുന്ന ഒരു എനർജിയാണ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. പിന്നെ ഇതൊരു ഗൈഡൻസിൻ്റെ കാർഡാണ്. നിങ്ങളൊരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും, ഗൈഡൻസ് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ മത മേലധ്യക്ഷന്മാരും ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു മീഡിയേഷൻ്റെ സാധ്യത ഉണ്ട്. അവരുമായിട്ട് ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ നിങ്ങളുടെ ഒരു പ്രശ്നം കോംപ്രമൈസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവാം. പ്രശ്നം കോംപ്രമൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതൊക്കെയാണ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഒരു ആളുടെ കീഴിലൊരു അപ്രൻറ്റീസ്ഷിപ്പോ അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കാൻ ചേരുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ പഠിക്കുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിദ്യയായിരിക്കും. ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാർഡാണ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. പിന്നെ ശരിക്കും ഇതൊരു ടീം വർക്കിൻ്റെ തന്നെ കാർഡാണ്. ഒന്നുകിൽ നിങ്ങൾ ഒന്നിലധികം ആളുകൾ ചേർന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഒരു ഗ്യാതറിങ്ങിൽ ഒത്തുചേരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഒരു വളരെ മച്ചുറായിട്ടുള്ള ഒരു ഫീമെയിൽ എനർജിയാണ്, ഒരു ക്വീൻ എനർജിയാണ്, മച്ചുറായ ഫീമെയിൽ എനർജിയാണ്, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫെമിനൈൻ എനർജിയാണ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ പണം നിങ്ങൾ പാരമ്പര്യ സ്വത്തിന് വേണ്ടിയിട്ടായിരിക്കാം, പാരമ്പര്യ സ്വത്തിനെയൊക്കെ പരിപാലിക്കുന്നൊരു ഫീമെയിൽ എനർജി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യ സ്വത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് പണം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത് ചിലപ്പോൾ നിങ്ങൾ മുതിർന്ന പണം ആവശ്യമുള്ള ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങൾ പണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് തന്നെ പണത്തിന് ആവശ്യമുണ്ട്, നിങ്ങൾ എവിടെ നിന്ന് കിട്ടാനുള്ളൊരു പണത്തിനെ കാത്തിരിക്കുന്ന എനർജി ഉണ്ട്. നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു പണത്തിനെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. ഓക്കെ, ദെൻ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു റിയൂണിയനാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളിന്ന് മീറ്റ് ചെയ്യുന്നൊരു എനർജിയാണ്, അല്ലെങ്കിൽ അയാൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇതൊരു ഓഫർ ആയിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനമോ സർപ്രൈസോ ഒക്കെ കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്മാനമോ സർപ്രൈസോ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നൊരു വ്യക്തിയിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനൊക്കെ സാധ്യതയുള്ള ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ എന്താണോ വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജിയാണ്. മേ ബി അത് പണമായിരിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ജഡ്ജ്മെൻ്റ് ആണ്. ഇത് ഇവിടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ മറ്റുള്ളവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പം നമ്മളെ ആരെങ്കിലും വഴക്ക് പറയുന്നതായിരിക്കും, നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നതിനെ പ്രതി മറ്റുള്ളവർ വഴക്ക് പറയുന്നതായിരിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തത് കാരണം നീ എന്തിനാണ് അത് ചെയ്തത് എന്ന് ചോദിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നീ എന്താണ് കാണിച്ചിട്ടേക്കുന്നത്, നീ എന്താണ് ഇങ്ങനൊന്നും ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നതായിരിക്കും. അപ്പം നമ്മളെ മറ്റുള്ളവർ ജഡ്ജ്മെൻറ്റ് ചെയ്യുവാണ്, നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആളുകൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരിങ്ങനെ ചോദ്യം ചെയ്യാനും വേണ്ടിയൊന്നും നമ്മൾ പോയി നിന്ന് കൊടുക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. പക്ഷേ ഇൻ കേസ് അവരങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ജെന്യുവൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടോ ശരിയുണ്ടോ അതിനകത്തുനിന്ന് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതാണ് ജഡ്ജ്മെൻറ്റ്. ഇത് ചിലപ്പോൾ കോടതി കേസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ ഒരു ജഡ്ജ്മെൻ്റ് ഒക്കെ നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. ചിലപ്പോൾ ഈ വണ്ടിയും കൊണ്ടൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള
എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണെന്നൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നൈൻ ഓഫ് വാൺസ് ഒരു പേടി തോന്നാൻ സാധ്യത ഉണ്ടെന്നാണ്. എന്തിനാണ് പേടിക്കുന്നത്? നൈൻ ഓഫ് വാൺസ്, ഏസ് ഓഫ് വാൺസ് ആണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഇന്ന് ഒരു പേടിയുടെ കാർഡാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഒഫൻസായി പോകുമ്പോൾ എന്നൊരു പേടി തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു വല്ലാത്ത പേടി തോന്നും, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ, അല്ലെങ്കിൽ എനിക്ക് പെനാൽറ്റി അടിക്കുമോ, അങ്ങനെയൊക്കെ ഒരു പേടിയിലിരിക്കുന്ന ഒരു എനർജിയാണ് ഇത് കേട്ടോ. അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷനെയും നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്, ആ കമ്മ്യൂണിക്കേഷനെ നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 5 ഓഫ് സോഡ്സ് ആണ്. ഇത് നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും പറയുന്നതാണ് 5 ഓഫ് സോഡ് എന്ന് പറഞ്ഞൊരു ഒരുതരം ചീറ്റിങ്ങിൻ്റെ കാർഡാണ്. അതായത് എന്ത് വില കൊടുത്തും എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ളവരെ കരുവാക്കുന്ന എനർജിയാണ് ഈ 5 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസത്തെ എനർജി ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും. മറ്റുള്ളവരെ പറ്റിച്ചിട്ട് എൻ്റെ കാര്യം നടത്തണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ചിലപ്പോൾ ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ നിമിഷം നമുക്ക് ജയിക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ വെച്ച് കളിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളവരെ ഇൻസൾട്ട് ചെയ്യുകയും ഹേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ നിമിഷം ജയിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ പേഴ്സണിൻ്റെ മനസ്സിൽ നമ്മളൊരു ശത്രു ആവുകയോ അല്ലെങ്കിൽ ആ പേഴ്സണെ പൂർണ്ണമായിട്ടും നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകാനോ സാധ്യതയുണ്ട്. അപ്പം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക, അതുപോലെ അവരോട് പെരുമാറുന്ന രീതി സൂക്ഷിക്കുക, മറ്റുള്ളവർ ഉപയോഗിച്ച് കളിയാക്കാതൊക്കെ ഇരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. ഒരു അൺഫെയർ ബാറ്റിലാണിത്. അതായത് നല്ല രീതിയിലല്ലാതെ ജയിക്കുന്ന ഒരു അത് ശരിയല്ല. മറ്റുള്ളവരെ വെടക്കാക്കി തനിക്കേക്കാന്ന് പറയുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ യൂസ് ചെയ്ത് നമ്മൾ മെച്ചം ഉണ്ടാക്കാന്ന് പറയുന്നത് അതൊന്നും ശാശ്വതമായിട്ടുള്ളൊരു നേട്ടമായിട്ട് കാണണ്ട. അതൊന്നും ശരിയല്ല. അപ്പം സ്വാർത്ഥതയോടുകൂടി ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളെ കാണുന്ന പോലെ തന്നെ മറ്റുള്ളവരെയും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതാണ് 5 ഓഫ് സോഡ്സ്. ഒരുതരം ചതിയാണ് കേട്ടോ, ഒരുതരം ചതി തന്നെയാണ്, സ്വന്തം കാര്യ ചിന്താപമാണ്. 3 ഓഫ് വാൺസ് പറയുന്നത് ഒരുതരം എക്സ്പാൻഷനാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിനെ അത് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ മുന്നോട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ അവരുടെ ഫ്യൂച്ചർ പഠിത്തത്തിന് വേണ്ടിയിട്ട് വിദേശത്തേക്കൊക്കെ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ സെർച്ച് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്. അതാണ് 3 ഓഫ് വാൺസ്. നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എന്തൊരു ആശയമാണോ കയ്യിലുള്ളത് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ പദ്ധതി, ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് 3 ഓഫ് വാൺസ്. അപ്പോൾ നമ്മൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് വിദേശത്തൊക്കെ പഠിക്കാൻ വേണ്ടി വിടാനാണെങ്കിൽ അവിടെ യൂണിവേഴ്സിറ്റീസ് സെർച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടും അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നൊരു എനർജിയൊക്കെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഇതൊരു യാത്രയുടെ മുന്നൊരുക്കമാണ്. ചിലപ്പോൾ ഒരു യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിന്ന് യാത്ര പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാം റെഡിയാക്കി വെക്കുന്ന ഒരു എനർജിയാണ് 3 ഓഫ് വാൺസ് എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ വിദേശത്തേക്കായിരിക്കാം. വിദേശം മീൻസ് നമ്മുടെ നാടല്ലാത്ത എല്ലാം വിദേശമാണ്. അപ്പോൾ അവിടെ എവിടേക്കെങ്കിലും നിങ്ങൾ യാത്ര പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് 3 ഓഫ് വാൺസ് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടൊരു ആരുടെയും കൂടെ യാത്ര പോകുന്നതായിരിക്കാം, വിദേശത്ത് പോകുന്നതായിരിക്കാം, എന്തുവാകാം. എന്തായാലും ഒരു പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനാണ് കേട്ടോ 3 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ് ഒരു വെയിറ്റിംഗ് എനർജിയാണ്. മോസ്റ്റ്ലി അത് പെൻറ്റക്കിൾസ് പണത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. പണം ആവശ്യമാണ്, പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു എനർജിയാണ്. അവിടെ പക്ഷേ സേവിങ് എന്നൊരർത്ഥം കൂടിയുണ്ട്. നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫർദർ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഫ്യൂച്ചറിന് വേണ്ടിയിട്ടൊക്കെ പണം സേവ് ചെയ്യുന്നൊരു എനർജി കൂടിയാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. അതേസമയം 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ലോങ് ടേം വ്യൂവിലേക്ക് നമ്മൾ നോക്കുന്ന ഒരു എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. കാരണം ഇതിപ്പോൾ നമ്മൾ ജോലി ചെയ്തൊരു പെൻറ്റക്കിൾ നമ്മുടെ കിട്ടി, പക്ഷേ ഇതൊക്കെ നമുക്കുള്ളത് തന്നെയാണ്. പക്ഷേ ഇതെപ്പോൾ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരെണ്ണമേ കിട്ടിയുള്ളൂ. അപ്പോൾ എപ്പോൾ ഇത് കിട്ടും, അതിന് ഒത്തിരി സമയം എടുക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ എന്നാലും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. ഒരു വെയിറ്റിംഗ് എനർജിയാണ് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ഭാഗ്യത്തിൻ്റെ ദിവസം എന്നാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഒരു കാർമിക് സിറ്റുവേഷൻ, ഒരു കാർമിക് ലൂപ്പിലെ ഒരു കർമ്മ അവസാനിച്ച് പോകുന്ന ഒരു ദിവസം എന്നാണ്.
അപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മ ഇന്ന് അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളിന്ന് ഒരു ഭാഗ്യചക്രത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിന്ന് പണം ധാരാളമായിട്ട് വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഭാഗ്യമുള്ള ദിവസമാണെന്നാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുന്നത് അക്കാര്യം നിങ്ങൾക്കിന്ന് വന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. ഇതൊരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ്. കാരണം ഒരു കർമ്മ ഒരു സൈക്കിൾ എൻഡായി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുവാണ്. വീണ്ടും ഒന്നെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. ഭാഗ്യചക്രം നമുക്ക് അനുകൂലമായി തിരിയുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ധാരാളം പണം ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറി അടിക്കാനോ ചുട്ടി അടിക്കുക, അതുപോലെ ലോട്ടറി അടിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി കൂടിയാണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതൊരു ടേണിംഗ് പോയിൻ്റ് ആണ്, ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് ആണെന്ന് പറയാം. ചേഞ്ച് വരുന്നു എന്ന് പറയാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയാം. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അൺപ്രഡിക്റ്റബിൾ ആണ് അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്ന് നല്ലത് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നല്ല ദിവസമായിരിക്കും, നല്ല ഫലം കിട്ടുന്ന ദിവസമാണ്. അതേസമയം എല്ലാം ഫുള്ള് നെഗറ്റീവാണ് ചെയ്ത് വെച്ചേക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലവും കിട്ടും എന്നുള്ളതാണ്. അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ. ഒരു കാർമിക് സിറ്റുവേഷൻ നമുക്ക് എൻഡായി പോകുന്നു എന്ന് പറയുന്നത്. ഒരു കാർമിക് ലൂപ്പിൽ ഒരു കർമ്മ അവസാനിക്കുന്ന ഒരു എനർജിയാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഒരു ഭാഗ്യചക്രം എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം, നമ്മൾ എന്താണോ സന്തോഷം എന്ന് പറയുന്നത് അത് നമുക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. ബോട്ടം പറയുന്നത് ഫുൾ കാർഡാണ്. ഫുൾ എന്ന് പറയുന്നത് ഒരു യാത്രയാണ്, പ്രത്യേകിച്ച് ഒരു തീർത്ഥാടനമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദൈവത്തിൻ്റെ അടുത്തേക്ക് ഒരു യാത്ര പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒപ്പം ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കാം. ചിലപ്പോൾ ഒന്ന് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ മടുപ്പ് ഫീൽ ചെയ്യുന്നവർക്ക് അവിടെ ഒന്ന് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലൈഫിലൊരു സ്മൂത്ത്നെസ് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളൊരു ട്രിപ്പ് പോകുന്നതാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഫുൾ കാർഡ്. അതായത് പാസ്റ്റിൽ കുറേ ട്രോമാസ് ഉണ്ടായിരിക്കും, അതിനൊക്കെ ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു ഫ്രഷ് ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്, ഒരു ന്യൂ സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ഒരു യാത്ര പോകുന്ന എനർജിയാണ്. അപ്പോൾ പഴയതെല്ലാം അയച്ചു കളഞ്ഞിട്ട് പുതിയതെടുത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പുതിയ യാത്ര പോകുന്നൊരു നല്ല യാത്ര പോകുന്നൊരു എനർജി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇതൊരു തീർത്ഥാടന യാത്ര പോലെയും കാണുന്നുണ്ട്. പലരും ഇന്ന് ക്ഷേത്രങ്ങളിലോ പള്ളിയിലൊക്കെ പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു എനർജി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.